ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുടുംബത്തിലേക്കൊക്കെ ഒന്ന് ചുറ്റി നോക്കണം. നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരപ്പൻ, ഒരമ്മ, മറിയത്തെ പോലെ സ്നേഹിക്കുന്നവർ, ഒന്നും മിച്ചം വയ്ക്കാതെ സ്വന്തം ജീവനും ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി ഉടച്ചൊഴിക്കുന്ന ഒത്തിരി ജന്മങ്ങൾ നമ്മുടെ വീട്ടകങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സ്വന്തം ജീവിതത്തെ ഒരു നാർദീൻ ഭരണിയായി പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് അർപ്പിക്കുന്നവർ, ഉടച്ചൊഴിക്കുന്നവർ ഉണ്ട്. ചിലരുടെ അത്തരം സ്നേഹപ്രകടനങ്ങൾ ആരും കാണാതെ പോകുന്നുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്നത് ആരും അറിയുന്നില്ലെങ്കിലും, ആരും മാനിക്കുന്നില്ലെങ്കിലും, ആരും തിരിച്ചറിയുന്നില്ലെങ്കിലും, നിങ്ങളുടെ വീട്ടകത്ത് നിങ്ങളുടെ പ്രായമുള്ള വൃദ്ധരായ മാതാപിതാക്കളെ നിങ്ങൾ പരിചരിക്കുമ്പോൾ, നിങ്ങളുടെ ഭർത്താവിനെ, ഭാര്യയെ നിങ്ങൾ മാനിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവൻ കൊടുക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം തിരിച്ചറിയണേ, നിങ്ങളുടെ സ്നേഹത്തിന്റെ പരിമളം കൊണ്ട് ആ വീട് നിറയുന്നുണ്ട്. നിങ്ങളെ കർത്താവ് തിരിച്ചറിയും. യൂദാസിനെ പോലുള്ളവർ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഡിഫൻസുമായിട്ട് വരും. എൻ്റെ യുവ സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, ടുഡേയ്സ് വേൾഡ് ഈസ് ഓൾ അബൌട്ട് എഫിഷ്യൻസി ആൻഡ് വിസിബിലിറ്റി. കഴിവും പ്രകടനവുമാണ് ഇന്നത്തെ ലോകം. കഴിവും പ്രകടനവുമാണ് ഇന്നത്തെ ലോകം. ടുഡേയ്സ് വേൾഡ് ഈസ് ഓൾ അബൌട്ട് എഫിഷ്യൻസി ആൻഡ് വിസിബിലിറ്റി. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇന്നെല്ലാം ലൗഡ് ആവുകയാണ്. എല്ലാം ലൗഡാണ്, എല്ലാം ഒരു മുഴക്കമാണ്, എല്ലാം ഒരു ബഹളമാണ്. ഏറെ മുഴക്കങ്ങളുള്ള ബഹളമയമായ ഒരു ലോകത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, ഹിഡൻ ഡിവോഷൻ. ഹിഡൻ ഡിവോഷൻ, രഹസ്യത്തിലുള്ള ഒരു ആരാധന, രഹസ്യത്തിലുള്ളൊരു ഭക്തി നിന്റെ ഉള്ളിൽ എന്നും ഉണ്ടാകട്ടെ. മറ്റാരും കണ്ടില്ലെങ്കിലും, മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു ആത്മദാനത്തിന്റെ ആരാധന മിശിഹായിക്ക് നീ എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കണേ. യൂദാസിനെ സൂക്ഷിക്കണേ. നമുക്കിടയിലുള്ള സാധ്യതയുടെ പേരാണ് യൂദാസ്. അത് കുടുംബ ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ ഒക്കെ ഈ അപകടമുണ്ട്. എന്തറിയാം യൂദാസിന്റെ അപകടം? സ്നേഹരാഹിത്യത്തെ പ്രായോഗികത എന്ന് വിളിക്കുന്ന അപകടത്തിന്റെ പേരാണ് യൂദാസ്. അവന്റെ ഉള്ളിൽ സ്നേഹമില്ല, അവന് സ്നേഹിക്കാൻ ഒട്ടു വശമില്ല. ഹീസ് നോട്ട് എക്സ്പ്രസീവ്. എന്നിട്ട് അവൻ പറയുന്നത് പ്രാക്ടിക്കാലിറ്റി എന്നാണ്. അങ്ങനെ പറയുന്നവരിൽ നിങ്ങൾ എണ്ണപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കണേ, ഒരു യൂദാസ് ഉള്ളിലെവിടെയോ പതുങ്ങി ഇരിപ്പുണ്ടെന്ന് തിരിച്ചറിയണേ. സ്നേഹരാഹിത്യത്തെ പ്രാക്ടിക്കാലിറ്റി, പ്രായോഗികത എന്ന് വിളിക്കരുതേ. പ്രായോഗികതയ്ക്ക് മുകളിലും ചില സ്നേഹങ്ങൾ ഉണ്ടാകണം ജീവിതത്തിൽ. ആ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ ഉണ്ടാകണം ജീവിതത്തിൽ. എവിടെയൊക്കെ സ്നേഹം ഇങ്ങനെ പകർന്നു നൽകപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മിശിഹ ആരാധിക്കപ്പെടുന്നുണ്ടെന്ന്